ലണ്ടനിൽ പഠിച്ചിട്ട് വന്നപ്പോൾ പ്രാർത്ഥനയുടെ ഡ്രസ്സ് മാറി എന്ന് പറയും. ഞാൻ പറഞ്ഞു അത് തിരുത്തേണ്ടത് അവരുടെ അച്ഛനും അമ്മയാണ്. ലണ്ടനിൽ അവളുടെ കൂടെ മുറി താമസിച്ചവരൊക്കെ ഇതിനും ദയനീയമായിട്ടാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു പക്ഷേ അയ്യോ അത് കണ്ട് പഠിക്കല്ലേ മോളെ എന്ന് പറഞ്ഞാൽ എന്താ അമ്മേ വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് കയറി ഞാൻ ഇടപെട്ടാൽ ആ കുഞ്ഞിനാണ് അയ്യോ അമ്മൂമ്മ വഴക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ കൂടെ ഇപ്പോൾ ശരി ഗോവ കടപ്പുറത്ത് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഗോവയിൽ പോയിക്കൊണ്ട് കടപ്പുറത്ത് നീന്താനിറങ്ങി എന്ത് വേണേ ഇട്ടോട്ടെ അച്ഛനും അമ്മയല്ലേ മക്കളെ കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ ഒരു കൂട്ടരുടെ കൂടെ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു സദസ്സിൽ പോകുമ്പോഴോ ആ സദസ്സറിഞ്ഞ് പെരുമാറാൻ പഠിക്കണം അല്ലേ. ഇപ്പം ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വെറുതെ കിടന്ന് അതേ വരെ ഇടാത്ത ചില പ്രത്യേക വേഷവിധാനങ്ങളൊക്കെ ഇട്ട് കിടന്ന് ഒരു ബഹളം കാണിക്കുന്നതാണ്. അത് കൊച്ചു പിള്ളേരാകുമ്പോൾ ഒരു പരിധിവരെ ആൾക്കാർ കണ്ടില്ലാതടിക്കും. പക്ഷേ 10-30 വയസ്സ് ഇപ്പം ഞാൻ നാളെ നിങ്ങളുടെ മുമ്പിൽ ഇൻ്റർവ്യൂ വരുമ്പോൾ അങ്ങനത്തെ ഒരു വേഷം ചേച്ചിക്ക് എന്താ പറ്റി ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്നല്ലേ നിങ്ങൾക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ അവനവൻ്റെ ശാരീരിക അവസ്ഥയും അവനവൻ്റെ എന്താ പറയുക പങ്കെടുക്കുന്ന ആ ഒരു പരിപാടിയുടെ വലിപ്പം അവിടെ വരുന്ന സദസ്യരുടെ സ്ഥാനമാനങ്ങൾ ഇതൊക്കെ പ്രധാനമാണ് ഒരു സ്ത്രീകൾ പെരുമാറുന്നത്. അപ്പം ഞാനെപ്പോഴും ഈ രണ്ടുപേരോടും പറയാറുണ്ട് അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും വെളിയിൽ പഠിച്ചു. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് അവൾ പോപ്പ് മ്യൂസിക് അവിടെ പോയി പഠിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇപ്പോൾ തിയേറ്ററിൻ്റെ എന്തോ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് ബാംഗ്ലൂരിലോ കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അങ്ങ് പോകും അന്ന് അമേരിക്കയിൽ പോകുമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവർക്കറിയാം ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ്. പിന്നെ പൂർണിമയുടെ പ്രാണയുടെ ഒരു മോഡലാണ് പ്രാർത്ഥന. എല്ലാ ആദ്യത്തെ എപ്പിസോഡൊന്ന് ഇടിച്ച് നോക്കും. ഞാൻ പറയും അയ്യോ കഷ്ടം, അവസാനം ഇതിന് തയ്ച്ച് പ്രാണയുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ മോളെ, അമ്മോ വാങ്ങിച്ചു തന്നാൽ ഇനി പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഞാനും തമാശ പറയുന്നതല്ലാതെ അത് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളത് അവരുടെ മറ്റു കാര്യങ്ങളിൽ നമ്മൾ നോക്കുക. മല്ലികാമേനെ എല്ലാവരും ഒരു റോൾ മോഡലായി കണ്ടിട്ടുള്ള, ഇപ്പൊ നേരത്തെ പറഞ്ഞു അനൂപ് മേനോന്റെ വൈഫിന് വരെ റോൾ മോഡലാണെന്ന് പുള്ളിക്കാരി പറഞ്ഞു. ഈ വീട് ശരിക്കും അതെ ക്ഷേമയുടെ ആയിരുന്നു. ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചത് ക്ഷേമയുടേതാണ്. അപ്പോൾ ഇങ്ങനെ അതിന് ശേഷം എന്നോട് ഒരുപാട് പേര് ഈ വീട് വിൽക്കുമോ എന്നൊക്കെ ചോദിച്ചു. അവരോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ക്ഷേമ ചേച്ചി എപ്പോഴും വലിയ കാര്യമാണ് ക്ഷേമയ്ക്ക്. എനിക്കും അതെ. അത് എന്നിട്ട് ഈ ക്ഷേമയുടെയൊക്കെ ഞാനിരിക്കുന്ന ദിവസം ചോദിച്ചു ക്ഷേമ ഇങ്ങനെ നമ്മൾ അനൂപ് മാരേജ് ഫിക്സ് ചെയ്തോ? ചേച്ചിയുടെ ആര് പറയുമ്പോൾ ചിരിച്ചു. എന്നിട്ട് ചെയ്തെന്നോ ഇല്ലെന്നോ ക്ഷേമ പറഞ്ഞില്ല കേട്ടോ, മിടുക്കി. അപ്പം അത് ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. പക്ഷേ അന്നും ഇന്നും വിവാഹത്തിന് മുന്നേ അറിയാം അല്ലേ അവരെ? അറിയാം. ഇത് ഇവിടിൻ്റെ ഉടമസ്ഥയാണ്. അതിൽ അന്ന് കല്യാണം ഞാനിത് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇവരുടെ വിവാഹം ആയിട്ടില്ല. അപ്പോൾ എന്നാലും എനിക്കറിയാം മിടുക്കിയാണ്, നല്ല കുട്ടിയാണ്, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട്. അങ്ങനെ തുറന്ന് പറഞ്ഞിട്ട് ആ ഒരു മനസ്സും കൊണ്ട് നടക്കുന്നതിന് ഒരു സുഖമൊന്ന് വേറെയാണ്. മറ്റേന്താ പറയുക ആരാണ്ട പറഞ്ഞിട്ടില്ല കടം വാങ്ങിക്കുന്നവരെ പോലെ മറ്റന്നാൾ 4 മണിക്ക് ഞാനിഞ്ഞു കൊണ്ട് തരാം കേട്ടോ ചേച്ചി ഒരു 10,000 രൂപ ചെയ്യാറെന്ന് പറയും. പിന്നെ ഒരുപാട് മറ്റന്നാൾ കഴിയും. ശരി പോട്ടെ നമ്മൾ ചോദിച്ചില്ല. പക്ഷെ നമ്മളെ കാണുമ്പോൾ അതുകൊണ്ടല്ല അവർ അയ്യോ ഇങ്ങോട്ട് വാ പിന്നെ പോവാ അങ്ങോട്ട് എന്ന് അതായിരിക്കും പിന്നെ അവരുടെ അവസ്ഥ. എന്തിനാണ് തുറന്നങ്ങ് പറയാം ചേച്ചി എൻ്റെ കിട്ടുമ്പോൾ ഞാൻ തരാൻ വലിയ എന്ന് പറഞ്ഞാൽ പോരെ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ മാറി ഇത് നമ്മളെ തെറി വിളിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് സമൂഹം പോയി. രാജുവേട്ടൻ്റെ ഇന്ദ്രേട്ടൻ്റെയും പടങ്ങളിലെ മലയാളമൊക്കെ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രങ്ങളും തരത്തിലുള്ള സിനിമകളും ഒക്കെ എന്താ? അല്ല അത് ഇന്ദ്രൻ്റെ നല്ല പടങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഞാൻ എപ്പോഴും പറയും. രാജേഷ് പിള്ളയുടെ ഒക്കെ പടങ്ങളൊക്കെ ഇല്ലേ, അതാണ് ഈ തണുത്ത വെളുപ്പാകാലത്തെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അത് പിന്നെ അതുപോലെ രാജുവിൻ്റെ അത് എത്ര നല്ല. എനിക്ക് ആദ്യത്തെ പടം ഒരു രാജുവിൻ്റെ നന്ദന തൊട്ടേ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനത്തെ കഥാപാത്രം. അതുപോലെ ഞാൻ എപ്പോഴും പറയും ഞാൻ ഈ ഇടയ്ക്ക് ഈ വലിയ അടികളൊന്നും ഇല്ലാതെ അത്യാവശ്യം തമാശയും അടിയൊക്കെ കൂടെ കണ്ട ഒരു പടമാണ് മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്ത പാവാട. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കഥാപാത്രത്തിനോട് ഭയങ്കര സ്നേഹം. എനിക്ക് തോന്നുന്നു ഈ അമ്മയെ സ്നേഹിക്കുന്ന മകനായിട്ടൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ആ കോടതി സീനിലൊക്കെ രാജു ഞാൻ ദൈവത്തിനെ പോലെ വിശ്വസിക്കുന്ന ഒരു ഇതാണ് കോടതി, ഞങ്ങൾക്ക് ആരുമില്ല സാർ എന്നൊക്കെ ജഡ്ജിയോടൊക്കെ പറഞ്ഞ ഡയലോഗിൽ എൻ്റെ കട പറഞ്ഞു. അങ്ങനെ ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ മക്കളെ സിനിമയാണെന്നും അത് സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഡയലോഗാണെന്നും ഒക്കെ ഉള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തട്ടുമല്ലോ ചില സംഭവം. അതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല ഒരുപാട് കഥാപാത്രങ്ങളുണ്ടില്ല. അതൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ പിന്നെ അടിപ്പടമായി പോകും. അത് പിന്നെ അത്തരം ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാണ്. അത് അഭിനയിക്കാതിരിക്കാൻ പോകത്തില്ല. രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞാലേ കുറച്ചൊക്കെ ചീത്തവിളി കേൾക്കണം, കുറേ നന്നായിട്ട് ഭരിക്കണം എന്ന് പറഞ്ഞിട്ട് ചില ഇപ്പം ആടുജീവിതത്തിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് വിഷമായി. അതുപോലെ ഇന്ദ്രേട്ടൻ്റെ ഒക്കെ ഏതെങ്കിലും പടങ്ങള് വിഷമം തോന്നിയിട്ടുണ്ട്, അല്ലെ ഒരു ടെൻഷൻ തോന്നിയിട്ടോ? അയ്യോ ഇത് അല്ല എനിക്ക് ഇന്ദ്രന്റെ പടം കണ്ട് എനിക്കൊരു വിഷമം തോന്നി. എനിക്കൊന്ന് അതിതായിരുന്നു തോന്നുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഈ എയർപോർട്ടിൽ
അത് തന്നെ ആ വട്ടുചെയ്യന്റെ കഥാപാത്രം അതിനകത്തൊക്കെ ചില സീനുകൾ ഇതുപോലെയാണ്. സേതുലക്ഷ്മി അല്ലേ കൂടെ അഭിനയിച്ചതും ഒക്കെ. രമ്യ നമ്പീശൻ രമ്യ നമ്പീശനുണ്ട്. അത് പിന്നെ അമ്മയായിട്ട് സേതുലക്ഷ്മി. അങ്ങനത്തെ സീനുകളൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും അങ്ങനെയൊക്കെ അങ്ങനത്തെ സീനും അങ്ങനത്തെ കഥാപാത്രമൊക്കെ അഭിനയിക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ്. ഇന്നലെ ദീപക് ദേവ് ചേട്ടന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ കഥ പറഞ്ഞു വന്നപ്പോ എന്നോട് പറഞ്ഞു ബ്രോഡാഡിയിൽ ലാലേട്ടനും രാജുവേട്ടനും കൂടെ പാടിയ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞുടനെ മല്ലികാമ്മേന്റെ വിളി വന്നു, എനിക്ക് ആ പാട്ട് അയച്ചേരണം, എനിക്ക് ആ പാട്ട് അയച്ചേരണം. അത് കഴിഞ്ഞ് രാജുവേട്ടനെ വിളിച്ചപ്പോ അമ്മയ്ക്ക് അയച്ചു കൊടുക്കണ്ട, അമ്മയ്ക്ക് അയച്ചു കൊടുത്താൽ എല്ലാരും പാട്ട് കേൾക്കുന്നു, പക്ഷെ ഞാൻ അയച്ചു കൊടുത്തു എന്നാണ് ദീപകേട്ടൻ പറഞ്ഞത്. എനിക്കത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ അവരുടെ കൂടെ പാടിയ പാട്ട്, അതുപോലെ രാജുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടി ചെല്ലാൻ പറ്റും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദീപക് ദേവിന്റെ ഒരു കഴിവും. പിന്നെ രാജുവായിട്ട് വെച്ചാൽ രാജു പറയാമേ ഇപ്പൊ അങ്ങനെ പ്രയാസമൊന്നും ഇല്ലമ്മേ, കുറേയൊക്കെ നമുക്ക് നിർത്തിയൊക്കെ എടുക്കാം, തെറ്റും നടത്ത് ശരിയാ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പാടി ഓക്കെ ആണെങ്കിലും ഓക്കെ, ഇല്ലെങ്കിലും ഒന്നും കൂടെ ഫുൾ പാടുക. ഇപ്പൊ അതല്ല, ഒരു പാരഗ്രാഫ് മാത്രമായിട്ട് പാടി അത് എഡിറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിലല്ലേ എല്ലാം. രാജു പാടാൻ പറ്റാഞ്ഞിട്ടല്ല, നന്നായിട്ട് സ്കൂളിൽ പഠിക്കൊണ്ടിരുന്നു, പിന്നെ പാട്ടങ്ങ് വിട്ടു. ഇന്ദ്രൻ പക്ഷെ ഇപ്പോഴും പാട്ട് സജീവമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. എപ്പോൾ പോയാലും വണ്ടിക്കകത്ത് എല്ലാ പാട്ടും അതിന്റെ കൂടെ അവൻ പാടുക. ഇങ്ങനെയൊക്കെയുള്ള മല്ലികാമ്മയ്ക്ക് ഇവർ രണ്ടുപേരും പാടുന്നതല്ലേ, ഒരു പാട്ട് ട്രൈ ചെയ്യണം തോന്നി. ഞാന് ഏതാണ്ട് ഒരു 30 വയസ്സ് വരെ അതാ ഇപ്പൊ പലയിടത്തും ചെല്ലുമ്പോ ചേച്ചി 2 വരി. അപ്പൊ അന്നാള് ഈശ്വര ഞാൻ ഏതോ ഒരു പ്രോഗ്രാമിൽ ചിത്രം ഞാൻ എന്റെ മോള് കേട്ടത് എപ്പോഴാ 30ാമത്തെ വയസ്സിൽ ആ മല്ലിക ചേച്ചി. ഇപ്പം ഞാനും ചിത്രയും തിരുവനന്തപുരത്ത് അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് കാലമായിട്ട് ചിത്രയെ അറിയാം. അപ്പൊ അന്നൊക്കെ എന്തെങ്കിലും എവിടെങ്കിലും ചെന്നിരുന്ന് 2 വരി മുളുന്ന കേട്ടോണ്ട് ഇപ്പൊ ഈ 70ാം കാലത്ത് ചേച്ചി ഒന്ന് പാടിക്കുക. അവർ അങ്ങനെ പാടണമെങ്കിൽ നമ്മൾ ആ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണം. മറ്റൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. ഇങ്ങനെ ഇവരൊക്കെ പാടുന്ന പോലെ നിർത്താതെ 4 വരി അങ്ങനെ നമുക്ക് പറ്റത്തില്ല. പാട്ട് പാടിയെങ്കിലേ നമുക്ക് ഇനി ഒരിടത്ത് പാടാനും ഒക്കത്തുള്ളൂ. ഒരു അവസാനം ആൾക്കാർ വല്ല കാര്യമുണ്ടോ ആ തളക്കിരുന്ന് പാടിയിട്ടത് ചോദിപ്പിക്കരുതല്ലോ. അതുകൊണ്ടാണ് ഈ അവിടെ ഇവിടെ ഒരു വരി ഊളിയൊക്കെ നിർത്തും. അങ്ങനെ ഇടക്കാലത്തൊരു ബ്രേക്ക് എടുത്തു, ഇവരൊക്കെ വളരുന്ന ഒരു കാലഘട്ടമൊക്കെ, അത് കഴിഞ്ഞല്ലേ പിന്നെയും തിരിച്ചു വന്നത്. തീർച്ചയായിട്ടും എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഞാനെന്ന നടി എനിക്ക് ആ ബ്രേക്ക് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ മുകളിലേക്ക് കുറച്ചുകൂടെ വലിയ കഥാപാത്രങ്ങൾ ചെയ്യാമായിരുന്നു? ഒരിക്കലും ഇല്ല. അത് ഇപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും അയ്യോ അന്ന് ആ ക്യാരക്ടർ വിളിച്ച ചെയ്യാമായിരുന്നു തോന്നുന്നല്ലാതെ അന്ന് എൻ്റെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവിതം, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, അതിന് എൻ്റെ കൂടെ നിൽക്കണം എൻ്റെ ഭർത്താവ്. അങ്ങനെ എനിക്കൊരു കുടുംബജീവിതം നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനത്തോട് എല്ലാ ദൈവങ്ങളെയും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ പറയാം, അത് സാധിച്ചിട്ടുള്ളൊരമ്മയാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും നോക്കിയിട്ടുണ്ട്. എൻ്റെ മക്കളെ ഞാൻ നന്നായിട്ട് വളർത്താനായിട്ട് ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. പാടുപെടുക എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആൺപിള്ളേരാണ്. ഇരിക്കുമോ ഇവിടെ ഇരിടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സൈസായിരുന്നു 2. എൻ്റെ അമ്മയെ അത് പ്രത്യേകിച്ച് രാജു ഭയങ്കര കുസൃതിയായിരുന്നു. ഞാനിപ്പോൾ പറയാൻ പണ്ട് മോഹൻലാലിൻ്റെ കാര്യം ഇതുപോലെ. ലാലുവൊക്കെ നമ്മൾ കാണത്തില്ല, വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നിർത്തി വെച്ച് പെട്ടെന്ന് അയ്യോ എന്തിയാ ലാലു അച്ഛൻ മുറ്റത്തുനിന്ന് വിളിച്ചതുകൊണ്ട് അവൻ മാവിൻ്റെ മണ്ടയ്ക്ക് എന്നൊക്കെ പറയാം. അപ്പം ഇങ്ങനെ അപ്പം അതുപോലത്തെ ആൺകുട്ടികളാവുമ്പോൾ കുസൃതി കൂടും. എന്നാലും ഞാൻ അവരോടൊപ്പം നിന്ന് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കി വല്ലപ്പോഴില്ലേ സുഖോട്ടന് ഈ ഷൂട്ടിങ്ങിൽ ഇല്ലാത്തപ്പോഴല്ലേ വീട്ടിൽ വരാനൊക്കത്തുള്ളൂ. അത് അദ്ദേഹത്തിനും അറിയാം. എൻ്റെ കുറവ് ഒട്ടും അറിയിക്കാതെ മല്ലിക അവരുടെ പഠിത്തക്കാര്യത്തിലും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി. ഞാനത് മാത്രമേ എപ്പോഴും പറയാറുള്ളൂ. അദ്ദേഹം മരിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാണ് ചില ഒരു വലിയ ബാധ്യത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തുക എന്നുള്ളവരുണ്ട്. അത് വിട്ടിട്ട് ഞാൻ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ പോകാം. അവരൊക്കെ ഒരു SSLC വരെയൊക്കെ ആയിക്കഴിയുമ്പോൾ പിന്നെ അവരവരുടെ സ്വന്തമായ കാര്യങ്ങൾ തീരുമാനങ്ങൾ നമ്മളോട് പറഞ്ഞോളാം. അതുവരെ നമ്മളൊന്നും ഒരു ടീച്ചറായിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. വടക്കന്മാരൊക്കെ പൊതുവെ പറയുന്ന ഒരു കാര്യം, തെക്കന്മാരായ സ്ത്രീകളാ കുറച്ചുകൂടെ ബോൾഡ്. കേട്ടിട്ടുണ്ടാവുമല്ലോ? കേട്ടിട്ടുണ്ടെന്നോ? കൊള്ളാം. അതൊരു വലിയ ചൊല്ലാണ്. അതറിയോ? വടക്കോട്ടുള്ള ആണുങ്ങളും തെക്കോട്ടുള്ള പെണ്ണുങ്ങളുമാണ് ഏറ്റവും നല്ല ചേർച്ച. അത് കാരണം വടക്കോട്ടുള്ള ആണുങ്ങൾ നല്ല കുടുംബസ്നേഹികളായിരിക്കും, തെക്കോട്ടുള്ള പെണ്ണുങ്ങൾ കാര്യങ്ങൾ നോക്കാൻ നല്ല മിടുക്കികളായിരിക്കും. അപ്പം ഇതുപോലെ പണ്ട് അപ്പം എവിടെയോ വെച്ച് പറഞ്ഞപ്പം സുഖമായിട്ട് അമ്മ പണ്ടമ്മ പറഞ്ഞൊരു കാര്യം ഇവള് തന്നെ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്ത് ഇവക്കൊന്ന് പറഞ്ഞു കൊടുത്തതൊക്കെ പറയാം. ചിലപ്പോൾ സുഖട്ടം വടക്കോട്ടാണല്ലോ. അപ്പോൾ പൊന്നാനി ഭാഗമല്ലേ. ഞങ്ങളൊക്കെ ഈ ഓണാട്ടുകാരെയാണെങ്കിൽ പോലും താമസമൊക്കെ തിരുവനന്തപുരത്ത് അച്ഛന് ജോലിയാണ്. അതിന് സുഖട്ടൻ എന്നെ കളിയാക്കും, നിൻ്റെ അമ്മ പറഞ്ഞ കേട്ടല്ലോ വടക്കോട്ടുള്ള ആണുങ്ങളും തെക്കോട്ടുള്ള പെണ്ണുങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നീ ആള് പിടിക്കായിരിക്കും, പക്ഷെ സ്നേഹം ഞങ്ങൾക്കാണ് കൂടുതലതാണ് നിൻ്റെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഞങ്ങൾ. അതൊരു സത്യം കേട്ടോ. അത് വളരെ പെർഫെക്റ്റ്. തീർച്ചയായിട്ടും അതെ.